തൃശ്ശൂരിലെ കോടാലിയിൽ പാമ്പ് കടിയേറ്റ് മരിച്ച 8 വയസ്സുകാരൻ്റെ സഹോദരൻ്റെ ആരോഗ്യനിലയിൽ പുരോഗതി ഉണ്ടായി. വെന്റിലേറ്ററിൻ്റെ സഹായത്തോടെയാണ് അനൂഷ് ഇപ്പോൾ ശ്വസിക്കുന്നത്. എങ്കിലും ഇന്നലെ അനൂഷ് കണ്ണു തുറന്നു. അത് വളരെ ആശ്വാസകരമായ ഒരു വാർത്തയായിരുന്നു. ശ്രീജിത്ത് ശ്രീകുമാരൻ തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകും. പറയൂ ശ്രീജിത്തെ, ഗുഡ് മോർണിംഗ്. SKN അതേ വീട്ടിൽ, ആ വെള്ളിക്കുളങ്ങര കോടാലിയിലെ ആ വീട്ടിൽ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. എന്തായാലും ഇപ്പോൾ ആ കുട്ടി കണ്ണു തുറന്നു എന്ന ആശ്വാസകരമായ കാര്യമാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് അറിയിക്കാനുള്ളത്. അത് ഇന്നലെ മെഡിക്കൽ ബുള്ളറ്റിനിലൂടെയാണ് ഇത്തരത്തിൽ അപ്പോളോ ആശുപത്രി അധികൃതർ അറിയിച്ചത്. നമ്മോടൊപ്പം ഇപ്പോൾ പഞ്ചായത്ത് അംഗം അംബുജാക്ഷൻ കൂടി ചേരുന്നുണ്ട്. ചേട്ടാ, ഇപ്പോൾ കണ്ണു തുറന്നു എന്ന് പറയുന്നുണ്ട്. എന്താണ് ആശുപത്രി എന്നുള്ള ഒരു വിവരം? ആശുപത്രിയിൽ നിന്ന് കണ്ണ് തുറന്നു, ആൾക്കാരെ തിരിച്ചറിഞ്ഞ് പേര് പറയുമ്പോഴൊക്കെ റെസ്പോണ്ട് ചെയ്യേണ്ടെന്നുള്ള രീതിയിലാണ് നമുക്ക് റിപ്പോർട്ട് കിട്ടിയിരിക്കുന്നത്. നിലവിൽ മെഡിക്കൽ ബുള്ളറ്റിൻ അവർ ഇറക്കിയിരുന്നു. അതിലും ആ രീതിയിൽ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്നലെ വീണ്ടും കൂടെ പാമ്പിനെ കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ട്. അതായത് തൊട്ടടുത്ത് ചടിച്ചിട്ട് സമയത്ത് നമ്മളിവിടെ സംസാരിച്ച് നിൽക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ തൊട്ടടുത്ത് 2 അടി അകലെ കൂടിയാണ് പാമ്പ് പോയത്. അപ്പോൾ ഒരു കുട്ടി വന്നിട്ട് പറഞ്ഞു ഇതേ പാമ്പ് എന്ന് പറഞ്ഞപ്പോഴാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ട അതേ പാമ്പിൻ്റെ അതേ വലിപ്പമുള്ള ഒരു കുഞ്ഞായിരുന്നു. പെട്ടെന്നത് ഈ ചട്ടി മാറ്റി കഴിഞ്ഞപ്പോൾ അത് ടൈലൊട്ടിച്ച് എൻ്റെ സൈഡിലേക്ക് കയറിപ്പോയിട്ട് പിന്നെ അത് കഴിഞ്ഞ് മണ്ണ് തെളിച്ചപ്പോൾ പുറത്തേക്ക് ഇറങ്ങി. പിന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി. ഈ വെള്ളിക്കുണ്ട് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ, അതുപോലെ മുപ്ലിം റേഞ്ച് ഓഫീസർ അവരെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അവരെ മൊത്തം ടീം വന്നു. ഈ മേഖലയിലെ എല്ലാ ടീമംഗങ്ങളും വന്നിട്ട് പറമ്പ് മൊത്തം കളച്ച് പുല്ലൊക്കെ ചെത്തി എല്ലാം പരിശോധിച്ച് വെടുപ്പാക്കി അവിടെ അത് കത്തിച്ച് പോവുക ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വൈകിട്ട് താലൂക്ക് ഓഫീസർ, സബ് ഈ പറയുന്ന പോലെ കത്തിച്ച് കളഞ്ഞല്ലോ എല്ലാം അവിടെ കത്തിച്ച് വെടുപ്പാക്കിയിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ ഇനിയിപ്പോൾ കുട്ടിയുടെ ചികിത്സാ ചെലവ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ളൊരു ഈ പ്രദേശത്തെ മറ്റു മേഖല, അതായത് ഈ പറയുന്നത് പോലെ വിദഗ്ധർ പറയുന്നത് ഇനിയും പാമ്പുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ്. അപ്പോൾ എങ്ങനെയാണ് അതുമായി ബന്ധപ്പെട്ടതിന് മുമ്പ് ഇങ്ങനെ പാമ്പുകളുള്ള പ്രദേശമാണോ? വനഭൂമിയോട് ചേർന്ന് നടക്കുന്ന മേഖല തന്നെയല്ലേ? തീർച്ചയായിട്ടും ഇവിടെ മുൻപ് 2-3 മരണങ്ങൾ ഈ പാമ്പ് കടിയേറ്റിട്ട് തന്നെ മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. തയ്യൽ വിജയൻ എന്ന് പറഞ്ഞ ഒരാൾ പാമ്പ് കടിച്ചിട്ട് മരിച്ചത്. പിന്നെ ഒരു കുറ്റിയാറ അവിടുത്തെ ഒരു ചേട്ടൻ മരിച്ചിട്ടുണ്ട്. ഇവൻ എൻ്റെ അമ്മയ്ക്ക് തന്നെ വീട്ടിൽ നിന്ന് വിറകെടുത്തപ്പോൾ വിറകിൻ്റെ കൂടെ കൈ വിരലുമ്പോൾ കടിയേറ്റ് കൃത്യം 2 വർഷം കഴിഞ്ഞപ്പോൾ അമ്മയും മരിച്ചു പോയൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പാമ്പുകളുള്ള മേഖല തന്നെയാണിത്. പിന്നെ പണ്ടത്തെ പോലെ കൃഷിയിടങ്ങളൊക്കെ ഇങ്ങനെ കാട് പിടിച്ചെടുക്കുക, അങ്ങനെ കൃഷി ചെയ്യലുണ്ടെങ്കിലും പണ്ടൊക്കെ കൃഷികൾ കാട് വെളുപ്പിനും ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അത് വളരെ കുറവായിട്ടാണ് കാണുന്നത്. പിന്നെ ഇതിനെക്കുറിച്ചുള്ളൊരു ധനസഹായമടക്കമുള്ള ഉള്ള കാര്യങ്ങൾ അതെങ്ങനെയാണ് അധികൃതരുമായി നിങ്ങൾ സംസാരിച്ചിരുന്നോ? അധികൃതരായിട്ട് സംസാരിച്ചിരുന്നു. അപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ ചെയ്യാമെന്നുള്ള രീതിയിലാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞേക്കുന്നത്. അതുകൂടാതെ കിട്ടാവുന്ന എല്ലാ സഹായങ്ങളും, സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങളും ഇവർക്ക് ഉണ്ടാവണം. അതിന് വേണ്ടിയിട്ടുള്ള വില്ലേജിലേക്ക് ഇതിൻ്റെ ഫാമിലി മെമ്പർഷിപ്പ് എടുക്കാനോ അതിനുള്ള കാര്യങ്ങളൊക്കെ ഇന്നലെ തന്നെ ചെയ്തിട്ടുണ്ട്. എന്തായാലും പഞ്ചായത്ത് അംഗമായ അംബുജാക്ഷന് പറയാനുള്ളത് അതാണ്. എന്നാലും ഈ കുടുംബത്തിലെ ആരും തന്നെ ഇവിടെ ഇല്ല. അവർ പ്രത്യേക പ്രാർത്ഥനയ്ക്കായി പള്ളിയിലേക്ക്, മാതാപിതാക്കൾ എല്ലാവരും പള്ളിയിലേക്ക് പോയിരിക്കുകയാണ്. അവരുടെ അമ്മ ശ്രീജിത്ത് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.